നമസ്കാരം. നൃത്തം, പാട്ട്, നിങ്ങൾ നൃത്തത്തിൽ വലിയ ഭീകരമായിട്ടുള്ള ഭയങ്കരമായി കാഴ്ചവെക്കുന്നവരോ, പാട്ട്, സംഗീതം, ഏത് സംഗീതം മനുഷ്യ മനസ്സിലുള്ള ഏത് ദുഃഖവും വലിയിച്ച് കളയുന്നത് സംഗീതമാണ്. അപ്പോൾ നിങ്ങൾ നൃത്തത്തിലോ സംഗീതത്തിലോ പാട്ടിലോ ഒക്കെ പ്രസിദ്ധി വേണോ? നമുക്കിത് ചെയ്യാം. ചിലവർ എത്രയേറെ പെർഫോം ചെയ്താലും അവർക്ക് പ്രസിദ്ധി കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. പ്രസിദ്ധി കിട്ടണമെങ്കിൽ മനുഷ്യ മനസ്സിലെ ദുഃഖങ്ങളെ അലിയിച്ച് കളയാൻ മാത്രം പോകുന്ന പാട്ടുകളൊക്കെ പാടുന്നവർക്ക് പോലും പ്രസിദ്ധി കിട്ടാറില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാവാറുള്ളൂ. നല്ല ഗായികയോ നല്ല നർത്തകിയോ ഒക്കെ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദുഷ്ടപ്രവർത്തികളെ, മറ്റുള്ളവരെ നിങ്ങളുടെ പ്രവർത്തികളെ ദുഷ്ടമായിട്ട് കണ്ട് ചിലവർ അതിനെ താഴ്ത്തിക്കെട്ടി നിങ്ങളുടെ കഴിവുകളെ ഉത്തേജിപ്പിക്കാത്ത രീതിയിൽ നശിപ്പിച്ച് കളയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ നവഗ്രഹങ്ങളിൽ ബുധനെ പ്രീതിപ്പെടുത്തുകയും ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക, ബുധനെ പ്രീതിപ്പെടുത്തുന്ന ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുക, ബുധനാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ സ്തോത്രം ജപിക്കുക, സൗന്ദര്യലഹരിയിലെ 66-ാമത്തെ ശ്ലോകം നിത്യവും നിങ്ങൾ പാരായണം ചെയ്യുക. അതൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് തന്നെ നിങ്ങൾ നിത്യവും ഒരു ഡെയിലി യൂഷ്വൽ ലൈഫിൽ ഒരു പ്രോസസ്സ് പോലെ ഈ സൗന്ദര്യലഹരി 66-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യുക. പൗർണമി ദിവസം, എല്ലാ പൗർണമി ദിവസത്തിലും ദേവീക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി വിധിയാവണ്ണം നിങ്ങളെ കൊണ്ടാവുന്ന വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം തന്നെ വിധിപ്രകാരമുള്ള സരസ്വതി ഗായത്രി ജപിക്കുക, യന്ത്രങ്ങൾ നോക്കിയിട്ട് ധരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൃത്തത്തിലും പാട്ടിലും ഒക്കെ പ്രസിദ്ധി ആർജിക്കാനായിട്ട് സാധിക്കും.